മഹാഗുരു ശരണം. ഇന്ന് രണ്ടാമത്തെ വീഡിയോ ഇടുകയാണ്. ഇതിന് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതൃ കർമ്മങ്ങൾക്ക് ആണ്ടുബലിയിടുന്നതിന് നക്ഷത്രം ഏതെടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തിഥിയാണ് എടുക്കുന്നത് കേട്ടോ. ചില വിഭാഗക്കാർ എന്ന് പറഞ്ഞാൽ സംസ്കൃത മാസങ്ങൾക്ക് ചൈത്രമാസം തൊട്ട് ഉള്ള സംസ്കൃത മാസങ്ങൾക്ക് ചൈത്രമാസം തൊട്ട് ഫാൽഗുന മാസം വരെ ആ മാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിഥിയാണ് എടുക്കുന്നത്. അല്ലാണ്ടുള്ള പ്രത്യേകിച്ച് മലയാളികൾ നക്ഷത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ബലി കർമ്മങ്ങൾക്ക് നക്ഷത്രം ഒരു മാസത്തിൽ 2 നക്ഷത്രം വന്ന ആദ്യത്തെ നക്ഷത്രമാണ്. അതേസമയം ബർത്ത്ഡേക്ക് പിറന്നാളിന് 2ാമത്തെ നക്ഷത്രമാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഗുരു പറഞ്ഞത്. അപ്പോൾ പിന്നെയും ഒരു ഡൗട്ട് വരും. കാര്യം ഒരേ നക്ഷത്രം 2 ദിവസമുണ്ട്. ഇപ്പം ഇന്ന് ഒരു നക്ഷത്രം പറയുന്നു, അത് കഴിഞ്ഞ് നാളെയും കുറച്ച് ബാക്കി പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏത് ദിവസമാണോ നക്ഷത്രത്തിന് ബലം പറഞ്ഞിരിക്കുന്നത്, നക്ഷത്രം ഏത് ദിവസമാണ് മിക്കതും കൂടുതൽ സമയം നക്ഷത്രമുള്ള ദിവസമായിരിക്കും. ആ ദിവസം ബലി ഇത് ചെയ്യാം. ഇല്ലെങ്കിൽ ആ നക്ഷത്ര സമയം നോക്കിയിട്ട് ബലി ഇത് ചെയ്യാം. അപ്പോൾ രാവിലെ ആണ് കഴിയാവുന്നതും വെറും വയറ്റിൽ ഇതൊക്കെയാണ് ബലി ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് രാവിലെ നക്ഷത്രം കിട്ടുന്ന സമയത്ത് ഇത് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള ചർച്ചയാണ്. കാര്യം പിതൃക്കൾക്ക് മോക്ഷം കിട്ടാനാണോ ബലി കർമ്മങ്ങൾ ചെയ്യണത്, ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും മോക്ഷം അവരുടെ കാർമ്മികനുസരിച്ചിരിക്കും, മനസ്സിലായി. പക്ഷേ നമ്മൾക്ക് പിതൃ ലോകം കഴിഞ്ഞാണ് ദേവലോകം. നമ്മുടെ എല്ലാവരുടെയും എന്താണ് ലക്ഷ്യപ്രാപ്തി എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ട് എന്ന് പറഞ്ഞാൽ ശിവലോകം, ശിവപദം അല്ലെങ്കിൽ വിഷ്ണുപദമൊക്കെ പ്രാപിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതിന് പിതൃക്കളുടെ അനുഗ്രഹം വേണം. അപ്പോൾ പിതൃക്കളുടെ ആ സാന്നിധ്യം അവരുടെ ആത്മതലവുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് അതുമായിട്ടൊരു ട്യൂൺ ചെയ്യാനാണ് ശരിക്കും പിതൃശ്രാദ്ധങ്ങൾ ചെയ്യുന്നത്. അതാത് നമ്മൾ ഏത് കുലത്തിലാണോ ജനിച്ചിരിക്കുന്നത്, ഏത് ആചാരമനുസരിച്ചാണോ നമ്മളുള്ളത്, അതനുസരിച്ച് ആ ചടങ്ങുകൾ ചെയ്യുകയാണ് നല്ലത്. കാര്യം എനിക്ക് പേഴ്സണലി ഒരു അനുഭവമുണ്ട്. തമിഴ്നാട്ടിൽ ജനിച്ച് മധുരയ്ക്ക് അടുത്തെങ്ങാണ്ടോ അവരുടെ കുടുംബം ഉണ്ടായിരുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ കുലദേവത മധുരയ്ക്ക് അടുത്തായിരുന്നു. അത് ഇൻഡ്യൂഷൻ കിട്ടി പറഞ്ഞ് അവർ പോയതാണ്. ആ ഫാമിലി താമസിക്കുന്ന കേരളത്തിലായിരുന്നു. അപ്പോൾ ഈ കോവിഡ് കാലത്ത് അവരുടെ മാതാപിതാക്കളുടെ ദേഹവിയോഗം നടന്നു. അപ്പോൾ ഇവർ ശരിക്ക് തമിഴ്നാട്ടിലാണെങ്കിലും അവർ ബേസിക് സൗരാഷ്ട്രിയൻസ് എന്ന് പറയുന്ന വിഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് പണ്ടെങ്ങോ തമിഴ്നാട്ടിൽ കുടിയേറി 5-6 തലമുറകൾക്ക് മുമ്പ് മധുരയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് കുടിയേറി. അവിടെ നിന്ന് ഇവർ ഇപ്പോഴത്തെ തലമുറ കേരളത്തിൽ വന്നു, ഉപജീവനാർത്ഥം കേരളത്തിൽ വന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഈ ചടങ്ങുകൾ നടന്നു. ഒരാൾ മരണപ്പെട്ടത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലും അടുത്ത ആൾ കേരളത്തിലായിരുന്നു എന്ന് തോന്നും, എനിക്കറിയില്ല. ഇത് കോവിഡിൻ്റെ സമയത്താണ്. അതെന്തെങ്കിലും ആട്ടെ. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ അവരുടെ ചില കാര്യങ്ങൾക്ക് സമീപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിതൃകർമ്മത്തിൽ ഇവർക്ക് പെൻഡിങ് ഉണ്ടെന്ന് കണ്ടു, സപ്ലി ഉണ്ടെന്ന്. പിതൃകർമ്മം ഇവർ വേണ്ട വിധം ചെയ്തിട്ടില്ല എന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ ആ പിതൃക്കളുടെ അനുഗ്രഹം ഇവർക്ക് കിട്ടുന്നില്ല. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ മരണാനന്തര ചടങ്ങുകൾ ചെയ്തത് മധുരയിൽ വെച്ചാണ്. പക്ഷേ ആണ്ടുബലി ഇട്ടത് കേരളത്തിലാണ് ഇട്ടത്. അപ്പോൾ രണ്ടും ആചാരങ്ങൾ വ്യത്യാസമുണ്ട്. ഹിന്ദുക്കൾ തന്നെയാണ്, പക്ഷേ ആചാരങ്ങൾ വ്യത്യാസമുള്ളത് കൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഈ പിതൃക്കളുടെ ബ്ലോക്കേജ് വന്നാൽ സാമ്പത്തികം ആരോഗ്യത്തിലാണ് ബ്ലോക്കേജ് വരുന്നതായിട്ടാണ് അറിവ്. അപ്പോൾ ഇവർക്ക് ആരോഗ്യം ചെറുതായിട്ട്, പക്ഷേ സാമ്പത്തികം കുറേ അധികം ആവശ്യമുള്ളതായിരുന്നു. അവരുടെ ദൈനംദിന ജീവിതത്തിന് പോലും സാമ്പത്തിക ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അത് മനസ്സിലാക്കി ആദ്യം കുലദേവത പോകാൻ പറഞ്ഞു. ഇവർക്ക് കുലദേവതയെക്കുറിച്ച് അറിയില്ല. കാര്യം അവരുടെ ആ മുൻ തലമുറ പോലും കുലദേവതയെക്കുറിച്ച് അറിയില്ല. പക്ഷേ സൂചനകൾ കൊടുത്ത് മധുരയാണെന്നറിയാവുന്നത് കൊണ്ട് ഏതൊക്കെ ദേവതകളുണ്ട്, അതിൻ്റെ അടുത്ത് എന്തൊക്കെയാണെന്ന് സൂചനകൾ കിട്ടിയത് അവർക്ക് കൊടുത്ത് അത് കറക്റ്റായിട്ട് അവിടുത്തെ വ്യക്തി ഒറ്റയ്ക്ക് പോയി കുലദേവതയെ കണ്ടുപിടിച്ചു. അപ്പോൾ അവരുടെ ആൾക്കാർ അവിടെയാണെന്ന് അറിഞ്ഞു. പിന്നെ അതിനുശേഷം ഫാമിലിയായിട്ട് പോയിട്ട് മധുരയെ വെച്ച് ആ ചടങ്ങുകൾ നടത്തി ഇത് ചെയ്തതിന് ശേഷം ആ കുടുംബം രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ ചില ആ സപ്ലികൾ നമുക്ക് നിവർത്തിക്കാൻ പറ്റുന്നത് പിതൃക്കൾ മുഖാന്തരമേ ഉള്ളൂ. ഇപ്പം നമ്മൾ സ്കൂളിൽ എന്തെങ്കിലും ഇത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പഠിക്കുന്ന എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർ പറയും രക്ഷകർത്താക്കളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിന്നെ വേണമെങ്കിൽ പഠിപ്പിക്കണോ വേണ്ടേ എന്ന് ചോദിക്കാമെന്ന്. ഇത് തന്നെ മുകളിലുമൊക്കെ നടക്കുന്നുണ്ട്. കാര്യം നമുക്ക് ഇതുമായിട്ട്
ദേവലോകമായിട്ട് കണക്റ്റ് ആവുന്ന ഇത് പിതൃക്കന്മാരാണ്. അപ്പോൾ അവരുമായിട്ട് കണക്റ്റ് ആകാനും അവരുടെ അനുഗ്രഹങ്ങൾ കിട്ടാനും നമ്മുടെ കാര്യം ഭംഗിയായിട്ട് നടക്കാനായിട്ടാണ് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത്. അതിൽ മോക്ഷം എന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷേ ഈ പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ വേറൊരു രീതി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിതാക്കന്മാർക്ക് കുറച്ച് സപ്ലി ഉണ്ടെങ്കിൽ അത് ആത്മലോകത്തിലാകട്ടെ അവർ വേറൊരു ജന്മം എടുത്തു എന്നിരിക്കട്ടെ, ഈ അവരുടെ കാര്യം അവർക്ക് വേണ്ടിയിട്ട്, കാര്യം പിതൃകർമ്മം ചെയ്യുന്നത് ദൈവസന്നിധിയിലാണ്, തീർത്ഥസ്നാനങ്ങളിലാണ്. അപ്പോൾ അവിടുത്തെ മിക്കതും ശിവനെ വിചാരിച്ചായിരിക്കും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ പിതൃ പരമ്പരകളെ മനസ്സിൽ വിചാരിച്ച് അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാകണം, അവരുടെ ആത്മലോകത്തിൽ നല്ല രീതിയിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ അനുഭവം നമുക്ക് കുടുംബത്തിനുണ്ടാകണം എന്ന് ആയുരാരോഗ്യ സൗഖ്യം സൽസന്താന സൗഭാഗ്യം ധനധാന്യ സമൃദ്ധി സർവകാര്യ സിദ്ധി സർവൈശ്വര്യം സർവ്വമനോകാമനാഭിഷ്ടം എല്ലാം നടക്കാനാണ് ഈ പിതൃകർമ്മം ചെയ്യുന്നത്. അത് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ രണ്ടിടത്തും അതിൻ്റെ എഫക്റ്റ് വരികയാണ്. പിതൃലോകത്തിലാണെങ്കിൽ അവിടെ അവർക്ക് ഒരു പ്യൂരിഫിക്കേഷൻ കിട്ടുന്നു, അവർ റീബർത്ത് എടുത്താൽ റീബർത്ത് കിട്ടിയതിനകത്ത് കുറേ അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടുന്നു, നമ്മൾക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്നു. അപ്പോൾ ത്രിതലത്തിലാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. ആത്മലോകം, മനുഷ്യകുലം, നമുക്ക്. അപ്പോൾ ചിലരിപ്പോൾ ആത്മലോകം അച്ഛൻ അപ്പൂപ്പൻ, ചിലപ്പോൾ അപ്പൂപ്പൻ അവിടെ കാണാം, അല്ലെങ്കിൽ അപ്പൂപ്പൻ റീബർത്ത് എടുത്ത് കാണും. അതൊക്കെ അവരുടെ ലൈഫിൽ അതിൻ്റെ എഫക്റ്റ് വരുന്നു, പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് വരുന്നു. അപ്പോൾ അതിൻ്റെ ആത്യന്തിക ഫലം എവരി ആക്ഷൻ എവരി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഓൾ ദി ബെസ്റ്റ്.